ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 അടുത്തൊരു മിഷനായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിന്നൊരു കാറ്, ഒരു വണ്ടിക്കകത്ത് നിറച്ചും കാറാണ്, അതായത് ട്രക്കിൽ നിറച്ച് കാറാണ്. അതിലോട്ട് നമ്മൾ വേറൊരു കാറോട് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ട്രക്ക് കൊണ്ടൊരു സ്ഥലം വരെ പോകാൻ. അപ്പോൾ ഗായ്സ്, ഇനി അതാണ് നമ്മുടെ പരിപാടി. അതായത് ഒരു കാറ് മോഷണം എന്നല്ല ഗൈസ്, മോഷണമൊന്നും അല്ല, നമുക്ക് അനുമതിയോടൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. എന്തായാലും നമ്മളെ പോലീസും കാര്യങ്ങളൊക്കെ ചേസ് ചെയ്യും, അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുകയും കാര്യങ്ങളൊക്കെ വേണം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മിഷൻ നടക്കുന്ന ഏരിയയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാറും കൊണ്ട് ഒക്കെ ചെന്നിട്ട് വേണം ഈ ട്രക്കിലൊക്കെ കയറ്റാനും ഒക്കെ ഗൈസ്. ഇതാണ് നമ്മുടെ കാറെന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇനി വണ്ടിയിലേക്ക് കയറാം. ഓക്കെ, നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തു. ഓക്കെ, എക്സിറ്റാണ് ഗൈസ് കാണിക്കുന്നത്. നമ്മൾ എക്സിറ്റ് വഴി ഇറങ്ങി ഗൈസ്. നമുക്ക് ചെറിയ സ്റ്റക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിംസിലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും മാക്സിമം നോക്കുന്നുണ്ട് നല്ലൊരു വീഡിയോ വരാൻ വേണ്ടി, നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ അത് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മുടെ ട്രക്കിലോട്ട് വണ്ടി കയറ്റാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പോക്കാണെങ്കിൽ ട്രക്കിലോട്ട് വണ്ടി കയറുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇനി ഇവിടെങ്ങാണ്ടാണ്. അയ്യോ, എന്തോ അടിയാടാ അടിച്ചത്, നടുക്കൂന്നൊരു അടി, വണ്ടി ചളിങ്ങിയെന്തോ. ഓക്കെ, നമ്മൾ ട്രക്കിലോട്ട് വന്നു. നേരെ കയറട്ടെ ഗൈസ്. കയറുന്നില്ല. ഒന്നുകൂടെ ഇടിച്ച് കയറ്റാം. ഓക്കെ ഗൈസ്, നമ്മൾ കയറി വണ്ടി കയറി. ഓക്കെ, നമുക്കിനി ട്രക്ക് അങ്ങോട്ട് എടുക്കാം. ട്രക്ക് ഓടിക്കുന്ന മച്ചാനാണ്. ഓക്കെ, അവന്മാർ രണ്ടുപേരും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ട്രക്കിൽ കയറാം ഗൈസ്. അപ്പോൾ ഇനി പോലീസ് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് സ്കൂട്ടാവണം. ഓക്കെ, നമുക്കിനി ഈ ഒരു സാധനം മുഴുവൻ ഒരു സ്ഥലത്ത് കൊണ്ട് വിടണം ഗൈസ്. അതായത് ഇത്രയും വണ്ടിയുണ്ട്, ഈ വണ്ടി മുഴുവൻ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കണം ഗൈസ്. ഇത് കിടുക്കൻ വണ്ടികളാണ് കേട്ടോ, ഇതിനകത്തുള്ളതൊക്കെ നല്ല വണ്ടികളാണ് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു പോലീസ് ചേസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെല്ലുമെന്നൊരു പിടിയുമില്ല. പക്ഷേ നമ്മുടെ വഴി നൈസായിട്ടൊന്ന് തെറ്റി. ഇനിയിപ്പം വണ്ടി ഇനിയും അടുത്ത വഴി കൂടെ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ ഒന്ന് തിരിക്കാം. അയ്യോ, തിരിഞ്ഞു വന്നില്ല ഗൈസ്, ഉദ്ദേശിച്ച പോലെ തിരിഞ്ഞൊന്നും വന്നില്ല. ഓക്കെ, അയ്യോ, ലോഡ് പോയി ഗൈസ്. ലോഡ് പോയി. ഈ ലോഡിനെ എങ്ങനെ കയറ്റും? ലോഡിനെ എങ്ങനെ ഗൈസ് അറ്റാച്ച് ചെയ്യും? കയറിയില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അറ്റാച്ച് ചെയ്ത് നടന്നില്ല. എന്താടാ ലോഡ് അങ്ങോട്ട് കയറാത്തേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് നടന്നില്ലല്ലോ. സംഭവമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അയ്യോ, ഓക്കെ, കിട്ടി. കയറി. അയ്യോ, ഇനിയിപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ തിരിക്കത്തില്ല ഗൈസ്. അതൊരു നല്ലപോലെ ഒടിച്ച് റിവേഴ്സ് എടുത്തോണ്ടാണ് അങ്ങനെ ലോഡ് ഇറങ്ങി പോയത് വണ്ടിയിൽ. ഇനിയിപ്പോൾ നമുക്ക് പോസ്റ്റൊക്കെ ഇടിച്ച് കളയല്ല, എന്തുവാ. ഇനിയിപ്പോൾ റിവേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഡ് ഇറങ്ങിപ്പോവും ഗൈസ്. നമ്മൾ സിഗ്നലും കാര്യങ്ങളും ഒക്കെ തെറ്റിക്കുക, അതൊന്നും പാലിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉള്ള രീതിയിലൊക്കെ പോവാം ഗൈസ്. ചെറിയൊരു സ്റ്റക്ക് അടിച്ച പോലെ എനിക്ക് തോന്നിയതാണോ ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം ഗൈസ്, നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് താഴത്തെ ഏതോ ഒരു വഴി കൂടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു സർക്കിൾ അങ്ങോട്ട് അടിക്കാം ഗൈസ്. സർക്കിൾ അടിക്കുന്നതുകൊണ്ട് ഒരു സീനും ഇല്ല. സ്മൂത്തായിട്ട് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് തിരിച്ചത്. അയ്യോ ഗൈസ്, പണി കിട്ടി. ഓക്കെ ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം ഗൈസ്.
ഇത് നല്ലൊരു വഴി കേട്ടോ, ഇത് നല്ല രസം ഈ ഒരു വഴി കൂടെ പോകാൻ, പ്രത്യേകിച്ച് ഇത്ര വലിയ ലോഡൊക്കെ ഉള്ള വണ്ടിയുമായിട്ട് പോകാൻ നല്ല രസം. ഒരു ഇടിക്ക് അങ്ങ് താഴെ എത്തിച്ചു മറ്റവന്മാർ. ഗൈസ് എന്തായാലും കൊള്ളാം, നമ്മളിതേ പകുതി വരെയായി. ഇനിയും ഗൈസ് ഇനിയും ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇനിയും ദൂരം കിടക്കുകയാണ്. ഇനി നമ്മൾ ഈ വഴി കൂടെ എല്ലാം പോകണം ഗൈസ്. എവിടെ വെച്ചാണ് അറിയത്തില്ല പോലീസ് ഇനിയും പിടിക്കാൻ വരുന്നതെന്നൊന്നും ഒരു പിടിയില്ല. എപ്പോൾ വേണേലും പോലീസ് വരാം, എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. ഓക്കെ, നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ അവിടെ എന്തോ സംസാരിക്കുന്നുണ്ട് അവർ, പുള്ളിയാന്ന് തോന്നുന്നു. പുള്ളി വായിലോട്ട് നോക്കിയിരിക്കുക. മറ്റവൻ ഉറങ്ങി, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഉറങ്ങി. അതെന്തേലും ആട്ടല്ലേ, നമ്മളെന്തേലും സ്പീഡ് ഫുൾ ത്രോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതെന്താ പിന്നെ പോവാത്ത, വലിയ സ്പീഡിലൊന്നും പോകുന്നില്ല. വണ്ടിക്ക് സ്പീഡ് കുറവാന്ന് പറഞ്ഞിട്ട് ഇതേലെ ഓരോരോ കാർ ഓരോരുത്തരും ഓടിച്ചുകൊണ്ട് ചെന്നാൽ മതിയായിരുന്നു. അതാകുമ്പോൾ വേഗം അങ്ങ് ചെന്നതിന്. ഇത് ഒരുമാതിരി ലോറിക്ക് സ്പീഡും ഇല്ല, ഒന്നുമില്ല. ബാക്കിയുള്ള വണ്ടിയൊക്കെ ഉണ്ട്, അതിലും വലിയ മേന. ഒറ്റ ഇടിക്ക് അങ്ങ് അപ്പുറം കളയാനും പറ്റും. എന്തായാലും കൊള്ളാം ഗൈസ്, നമ്മളിതേ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വണ്ടീനകത്ത് ഒരു വണ്ടി കിട്ടിയായിരുന്നെങ്കിൽ, ഓറഞ്ച് വണ്ടി കിട്ടിയായിരുന്നെങ്കിൽ നൈസായിരുന്നു. നല്ല രസമുണ്ട് ഓറഞ്ച് വണ്ടി കാണാൻ. എന്തായാലും ആ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെ. എന്തുമായാലും ഉറപ്പാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ പോവാം. ഇതുവഴിയാണ് പോകുന്നതെന്നോ ഇതെങ്ങനെയാണ് പോകുന്നതെന്നോ ഒന്നും ഒരു പിടിയില്ല ഗൈസ്. എന്തുമാത്രം ദൂരമുണ്ട് ഗൈസ്, നല്ല ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇച്ചിരി ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. സ്കിപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പം കുറച്ച് ഡ്രൈവിങ് സ്കിപ്പ് ചെയ്തു, പക്ഷെ കറക്റ്റ് പോയിൻ്റ് ആയിരുന്നു ഗൈസ് നമ്മൾ സ്കിപ്പ് ചെയ്തത്. കാരണം ഇവിടെ നിന്നാണ് പോലീസ് വരാൻ തുടങ്ങുന്നത് ഗൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ, പോലീസ് വരുന്നുണ്ട് ഗൈസ്. പോലീസ് 2 സ്റ്റാർ, ഡബിൾ സ്റ്റാർ ഗൈസ്. 6 ഗൈസ്, 6 ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ മൂവ് ചെയ്യുന്നു. ഇത് ഷിറ്റ് ഗൈസ്, നമുക്കൊന്നും കാണൂല, അതാണ് പ്രശ്നം. പോലീസുണ്ട് നമ്മുടെ കൂടെ, പോലീസ് ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതൊരു പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ ഇതിൽ കയറണം. നമ്മുടെ ഫ്രാങ്ക്ലിനെ ഇപ്പുറത്തേനകത്ത് കയറ്റണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് ആ ഒരു ട്രക്കിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോലീസുകാരനെ. അവൻ ചെന്നിട്ട് ആ ട്രക്കിൻ്റെ പുറകെ ചെന്ന് ഇടിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനിയും മണ്ടയ്ക്ക് ഫ്രാങ്ക്ലിൻ ഇനി മണ്ടയ്ക്ക് കയറിയിട്ട് ഈ ഫസ്റ്റ് കിടക്കുന്ന കാർ എന്തായാലും എടുക്കേണ്ടി വരും. അതുറപ്പാണ് ഗൈസ്, ഫസ്റ്റ് കിടക്കുന്ന കാറേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ചാടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഏറ്റവും ലാസ്റ്റ് ഈ കിടക്കുന്ന കാർ ഏതാണോ അതേ എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനിയിപ്പം ആ കാറിനകത്തോട്ട് കയറുക, അതേ ഉള്ളൂ നമ്മുടെ ഒരു പരിപാടി. ഓക്കെ, നമ്മൾ കാറിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നടക്കുന്നത് ഗൈസ്? സ്വിച്ച് ടു ഫ്രാങ്ക്ലിൻ. ഓക്കെ, നമുക്ക് സ്വിച്ച് ചെയ്യാം ഫ്രാങ്ക്ലിനോട്ട്. ഓക്കെ, സ്വിച്ച് ചെയ്തിട്ടുണ്ട്. മോനെ നമ്മൾ ട്രക്കിൽ നിന്ന് ഇറങ്ങി. ഇനി സിനിമാറ്റിക് കേട്ടോ. ഷൂട്ട് ചെയ്യാൻ പറ്റും. ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ കാറിൻ്റെ ഫ്രണ്ടിൽ. ഗണ്ണൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. അതായത് നമുക്കിനി ആ വണ്ടി പിടി കൊടുക്കാതെ നമ്മളതിനെ രക്ഷിക്കണം, അതാണ് നമുക്കിനി വേണ്ടത് ഗൈസ്. ഈ ഒരു പരിപാടി കൊള്ളാം. ഓക്കെ, അവന്മാരങ്ങോട്ട് പോയി. നമ്മളെ വണ്ടി ഇടിച്ച് കളഞ്ഞു ഗൈസ്. ഷൂട്ടിങ്ങിനുള്ള ഇത് കൂടുന്നേ ഉള്ളൂ, സ്കില്ല്. എന്തായാലും ആയിക്കോട്ടെ ഗൈസ്, അവന്മാരൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറകെ വെച്ച് പിടിക്കാം ഗൈസ്. പക്ഷെ നല്ല കിടുക്കനായിട്ട് വെടി പോകുന്നുണ്ട് കേട്ടോ, കിടുക്കനായിട്ട് വെടി പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവിടെ നടന്ന്. പുറയിൽ ആരാടായി വരുന്നത്? അതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷേ ജസ്റ്റ് മിസ്. കൊള്ളുന്നുണ്ട്. കൊണ്ട്. ഓക്കെ, ഒരുത്തൻ ചത്തം പോയി ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റുമോ? ഇല്ലായിരിക്കും.
ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം അവർ വരും. വീണ്ടും വന്നു. നമ്മൾ സ്പോട്ടിലെത്തി കഴിയുമ്പോഴേ ഇനി നമുക്ക് അവരെ ഈ വണ്ടി ഇനി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും സ്പോട്ടിൽ എത്തുന്നിടം വരെ ഇവരെ സേവ് ചെയ്യണം. നമ്മുടെ ട്രക്കിനെ സേവ് ചെയ്യണം. ഇനി അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഗൈസ് അത്യാവശ്യം ആൾക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നൊക്കെ ഉണ്ട്. സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകും ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി നേരെ ഇവർ പറയുന്ന ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവർ പറയുന്നത് എവിടാണ് സ്ഥലമൊന്നും അറിയത്തില്ല. ഇനി നമുക്ക് ഈ വണ്ടിയൊക്കെ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെങ്ങാണ്ടാണ് കേട്ടോ. ഇവിടെങ്ങാണ്ട ഗൈസ്, ഇവിടെങ്ങാണ്ട. അപ്പോൾ നമ്മൾ നൈസായിട്ട് അതിൻ്റെ വണ്ടയ്ക്ക് കയറി. ഓക്കേ ഗൈസ്, ഇവിടാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും ഉണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കറിയാം കുറേ നാളായി വീഡിയോസൊക്കെ വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ ചുരുക്കമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതെന്ന് അറിയാം. അപ്പോൾ ഗൈസ് എന്തെങ്കിലും ഉണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും എല്ലാവരും ഫുൾ സപ്പോർട്ടോട് ചെയ്യുക. നമ്മൾ മാക്സിമം വീഡിയോസ് നേരത്തെ ഇനി ഇടാൻ നോക്കാം. ഓക്കെ.